മോനിപ്പോൾ അത്യാവശ്യം കുറുമ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് രാവിലെ എണീറ്റതും പണികൾ നടക്കാൻ കുറച്ച് പാടാണേ. ഇവൻ എന്താ ചെയ്യുന്നത് നോക്കിയിരുന്ന് നമ്മുടെ പകുതി പണി നടക്കില്ല കേട്ടോ. പിന്നെ ഞാൻ അവനെ എങ്ങനെയെങ്കിലൊക്കെ അവനെയും കൊണ്ട് പോയിട്ട് ചില പണികൾ ചെയ്യുമ്പോൾ അവൻ രാവിലെ ഉറങ്ങും കേട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 മണിയൊക്കെ ആകുമ്പോൾ എണീക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് അവൻ കാര്യമായിട്ട് ഉറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുള്ളത് കൊണ്ട് തന്നെ അമ്മ നോക്കിക്കോളൂ കേട്ടോ. എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അമ്മ അവനെ നോക്കിക്കോളും. പിന്നെ എന്തായാലും ഒരു 12:30 ആയപ്പോൾ വിചാരിച്ചു ഇപ്പം എന്തായാലും ഫുഡ് കൊടുത്തിട്ട് കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടത് തോരിടാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ വെച്ച് സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അമ്മയുടെ കൊണ്ട് കൊടുത്തു കേട്ടോ അവനെ. ഇല്ലെങ്കിൽ എൻ്റെ ബാക്കിൽ ഇങ്ങനെ നിന്നിട്ട് ആ ബെഡിൻ്റെ സൈഡ് കടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, ബെഡ് കടിക്കുന്ന ഒരു ക്യാരക്ടർ. നിങ്ങളുടെ മക്കൾക്ക് ആരെങ്കിലും അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഒന്നും പറയണേ. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് വില്ല ആയതുകൊണ്ട് തന്നെ സ്പേസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ തുണി തോരിടാനുള്ള സ്പേസ് ഒക്കെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് തോരിയിട്ടിട്ട് ബാക്കി ബാൽക്കണിയുടെ അവിടെ വിരിച്ചിടുക കേട്ടോ ചെയ്യുക. അപ്പോൾ മാക്സിമം ഇവിടെ കൊള്ളുന്നത്ര ഇട്ടിട്ട് അവിടെ കൊണ്ട് ബാക്കി തോരിയിടുക ചെയ്യാറ്. പിന്നെ ഇവിടെയുള്ള വില്ലകളെല്ലാം ഏകദേശം ഒരേ മോഡലിലാട്ടോ കെട്ടിയിരിക്കുന്നത്. പക്ഷേ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ ഹോള് ചെറുതായിരിക്കും, ചിലപ്പോൾ കിച്ചൺ വലുതായിരിക്കും. കിച്ചൺ ചെറുതാണെങ്കിൽ ഹോൾ വലുതായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസിലാട്ടോ. ഇപ്പം മോൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് എല്ലാവരെയും പിടിച്ച് ദ്രോഹിക്കലാട്ടോ പണി. ഇവർ രണ്ടാളുമാണ് മെയിൻ. ഇവർ രണ്ടാളും ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ഇവർ രണ്ടാളും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അമ്മൂമ്മ കേട്ടോ. പോയി കടിക്കലാണ് മെയിൻ പരിപാടി. എവിടെ നിന്ന് പഠിച്ചെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല കടി കടിക്കുന്നുണ്ട്. കുറേ നേരത്തെ ഇവൻ്റെ ഉപദ്രവം സഹിക്കാതെ ആവാതെ ഞാൻ പിടിച്ച് കൊണ്ടുപോയിട്ട് എങ്ങനെയൊക്കെയോ പിടിച്ച് കിടത്തി ഉറക്കിയിട്ടോ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.